ഇന്ത്യയുടെ മുമ്പിൽ നാണം കെട്ട് മുട്ടുമടങ്ങി തോറ്റോടിയിട്ടും ജയിച്ചു എന്ന് അവകാശപ്പെടുന്ന പാകിസ്ഥാൻ സൈനിക തലവൻ ഇക്കുറി അതീവ ഗുരുതരമായ ആരോപണം ഉയർത്തിയത് അമേരിക്കൻ മണ്ണിൽ വെച്ചാണ്. അതിര് കവിഞ്ഞ അഹങ്കാരത്തിൻ്റെ വാക്കുകളാണ് പുറത്തേക്ക് വന്നത്. ഇന്ത്യ സിന്ധു നദിയിൽ ഒരു അണക്കെട്ട് കെട്ടുന്നത് കാണാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അത് പൂർത്തിയായി കഴിയുമ്പോൾ ഞങ്ങളുടെ 10 മിസൈലുകൾ അങ്ങോട്ട് പോകും. ആ 10 മിസൈലുകൾ ആ അണക്കെട്ട് തകർക്കും എന്ന് മാത്രമല്ല, ഞങ്ങൾ ഇന്ത്യയിലേതടക്കം ലോകത്തിൻ്റെ പാതി ജനസംഖ്യയെ തീർത്തിട്ട് മടങ്ങൂ. ആ അണക്കെട്ട് പൊട്ടിച്ച് അണുബോംബിട്ട് ഇന്ത്യയും ഏഷ്യയും തകർക്കും. അതായത് ഞങ്ങൾക്ക് നഷ്ടമുണ്ടാവും, ഞങ്ങൾ മരിക്കും, കുഴപ്പമില്ല, ഞങ്ങൾ മരിക്കുന്നതിന് മുൻപ് ലോകത്തിൻ്റെ പാതി ജനസംഖ്യ ഇല്ലാതാക്കിയിട്ട് പോകൂ എന്ന ഭീഷണിയാണ് അസീം മുനീർ അവിടെ മുഴക്കിയത്. ഇന്ത്യ ഇതുവരെ ഔദ്യോഗികമായി ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. അമേരിക്കയും മൗനം പാലിക്കുകയാണ്. എന്നാൽ പാകിസ്ഥാൻ്റെ പ്രഖ്യാപനം ലോക സമാധാനത്തിന് നേരെയുള്ള, മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് നേരെയുള്ള വെല്ലുവിളിയായി, ഭീഷണിയായി കാണാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം. പാകിസ്ഥാൻ ഇന്ത്യയുടെ മേൽ മാത്രമല്ല, സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾക്ക് നേരെ വലിയ ഭീഷണി മുഴക്കിയിരിക്കുന്നു. പാകിസ്ഥാൻ്റെ അണുവായുധം ലോകത്തിന് ഭീഷണിയാണ് എന്നതിന് ഇതിനേക്കാൾ വലിയ തെളിവെന്താണുള്ളത്?